ഹലോ, ഈ വീഡിയോ ഇക്കുനുള്ളതാണ്. ഇക്കു വലുതാവുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇക്കുന് മനസ്സിലാവും ഇക്കുനെ അപ്പം എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. 2024 when you came into our lives, Ikupa, we were over the moon. No words could explain our feeling. But 2025, things changed a bit. We were still happy to have you, but it changed a bit for Amma and Appa. It was a huge decision for Appa. Appa decided to take a break from his career, from his social life. എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഫോർ യു ഇക്കുപ്പ, ഓർ അതർ ജസ്റ്റ് ഫോർ അസ് ഇക്കു. അപ്പോൾ അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത്രയും സോഷ്യലായിട്ട് നിന്നൊരാൾ പെട്ടെന്ന് നമ്മുടെ കൂടെ, അതും എനിക്ക് അമ്മക്ക് ജോലി കിട്ടിയ സമയത്ത് പെട്ടെന്ന് US മൂവ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ വന്ന സമയത്ത് ഹി ഡിഡ് നോട്ട് ഹോൾഡ് മീ ബാക്ക്. ഹി ആസ്ക്ഡ് മീ ടു ഗോ ചേസ് മൈ ഡ്രീംസ്. ഹി വാസ് ദേർ ബിഹൈൻഡ് മീ. വാട്ട് മോർ കുഡ് ബി ആസ്ക് അല്ലേ? ഇത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെ ഇങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഡാഡ്സ് എല്ലാം ഭയങ്കര പണ്ടത്തെ ഒരു ജനറേഷണൽ ഇതൊക്കെ മാറ്റി എല്ലാവരും ഇൻവോൾവ് പാരൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ എത്ര ഡാഡ്സ് റെഡിയാകുമെന്ന് ഐ സ്റ്റിൽ ഹാവ് എ ഡൗട്ട്. ഓഫ് കോഴ്സ് ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ അമ്മ ലീവ് എടുക്കുന്നു, അമ്മ ബ്രേക്ക് എടുക്കുന്നു, കരിയർ ബ്രേക്ക് എടുക്കുന്നു. അത് ഒരു കോമൺ ക്ലീശേ തിങ് ആണല്ലേ. ബട്ട് ഒരു അപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ജസ്റ്റ് എ ഹാൻഡ്ഫുൾ ഓഫ് ദം. ആ ഹാൻഡ്ഫുള്ളിൽ യുവർ അപ്പ ഇസ് ദെയർ. ഡോണ്ട് യു തിങ്ക് വി ആർ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്? സോ ഇക്കുപ്പ, യു ആർ ദി ബ്ലെസ്സിങ് ഓഫ് അവർ ലൈഫ്. ബട്ട് ഓവർ ദാറ്റ് അപ്പ ഇക്കുൻ്റെ അപ്പയായത് ഇറ്റ്സ് യുവർ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. So, let's wish your Appa a happy Father's Day. And I'm sure, Ikkuvallamul, eppozhum, anytime in your life, you will always have a hand to hold and a shoulder to lean on, no matter what. Happy Father's Day. okay, I love you. I love you. Okay.